നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ത്യാഗത്തിന്റെയും നന്മയുടെയും സ്മരണകളുമായി വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിച്ചു. അത്തറിന്റെ പരിമളവുമായി പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ പള്ളികളിലെ ഒത്തുചേരലുകളും പെരുന്നാളിന്റെ പ്രത്യേകതയാണ്. ആശംസകൾ കൈമാറിയും വിഭവസമൃദ്ധമായ ഭക്ഷണം പങ്കുവച്ചും കുടുംബ സാമൂഹിക സൗഹൃദം കൂടുതൽ ദൃഢമാക്കുന്ന ദിനം കൂടിയാണിത്. Allahu Akbar, Allahu Akbar, Allahu Akbar, Allahu Akbar, Allahu Akbar, Allahu Akbar. Alhamdulillah. الحكيم الذي لا يجور في قضايا. الله أكبر. الله أكبر. الله أكبر. الله أكبر. الله أكبر. الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم فجعله غثاء أهوى سنقرئك فلا تنسى إلا ما شاء الله إن نفعت الذكرى سيذكر من يخشى ويتجنبها الأشقى الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيا قد أفلح من تزكى. الله أكبر. سمع الله لمن حمده. الله أكبر. 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 الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم الضالين. الله أكبر. الله أكبر. الله أكبر. السلام عليكم ورحمة الله. ബഹുമാന്യരായ വിശ്വാസിനികളെ, സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായ ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തണേ എന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളും സാലിഹീങ്ങളുമായിട്ടുള്ള അവൻ്റെ അടിയാങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറെ ശ്രേഷ്ഠമായ ഒരു മാസത്തിൽ അത്യധികം പുണ്യകരമായ പകലുകൾ താണ്ടി ദിവസങ്ങളിൽ വെച്ച് തന്നെ ഏറ്റവും
അള്ളാഹുവിൻ്റെ മഹത്തരമായ ദിവസം യൗമുൻ നഹർ, ആ ദിവസത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. ഇന്ന് നമുക്ക് പെരുന്നാളാണ്, വലിയ പെരുന്നാളാണ്, ഈദുൽ അദ്ഹയാണ്. ആഘോഷത്തിൻ്റെ സുദിനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു തന്ന 2 ദിവസങ്ങളിൽ ഒന്നാണ്. ഈ ഒരു ദിവസം അള്ളാഹുവിൻ്റെ നിഅമത്തുകളിൽപ്പെട്ട വലിയൊരു നിഅമത്താണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് ഈ ദിവസങ്ങളിൽ, ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ നാം ഉരുവിടുന്ന തക്ബീർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട്, എല്ലാ നന്ദിയും അവൻ അർപ്പിച്ചുകൊണ്ട് നമ്മളത് ചൊല്ലുന്നത് ആ നിലക്ക് തന്നെയാണ്. സഹോദരങ്ങളെ, നമ്മെ നമ്മുടെ ഈ സുന്ദരമായ മതം ഇസ്ലാം കൊണ്ട് അനുഗ്രഹിച്ചവനാണ് ആ റബ്ബ്. നമ്മെ റമളാൻ കൊണ്ട് അനുഗ്രഹിച്ചവനാണ് ആ റബ്ബ്. നമ്മെ ഈദുൽ ഫിത്ർ കൊണ്ട് അനുഗ്രഹിച്ചവനാണ് ആ റബ്ബ്. നമ്മെ ദുൽഹിജ്ജ എന്ന പവിത്രമായ മാസം കൊണ്ട് അനുഗ്രഹിച്ചവനാണ് ആ റബ്ബ്. നമ്മെ ഈദുൽ അദ്ഹ കൊണ്ട് അനുഗ്രഹിച്ചവനാണ് ആ റബ്ബ്. അതുകൊണ്ട് ആ റബ്ബിന് സ്തുതി പറയുക. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, സുമ്മ അൽഹംദുലില്ലാഹ്. നമ്മുടെ നന്മകൾ അതൊക്കെയും സ്വീകരിച്ച് തിട്ടപ്പെടുത്തി അതിന് നാം അർഹിക്കുന്നതിലും അപ്പുറം നമുക്ക് പ്രതിഫലം നൽകാൻ ആ റബ്ബല്ലാതെ നമുക്ക് വേറെ ആരുമില്ല. മീഡിയ ന്യൂസ്, തിരൂർ.